ദൈവം അബ്രഹാമിനോട് തൻ്റെ ഏകജാതനായ പുത്രനെ ഇസഹാക്കിനെ യാഗം കഴിക്കാൻ പറയുമ്പോൾ അബ്രഹാമിന്റെ വിശ്വാസം എന്ന് പറയുന്നത് ദൈവം ആടിനെ കരുതുമെന്നല്ല, ഇസഹാക്കിന് പകരം ഒരാട്. ആ ഒരു വിശ്വാസമല്ല അബ്രഹാമിന്റെ അകത്ത് വ്യാപരിച്ചത്. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 11 അധ്യായം 17 മുതലുള്ള വാക്യങ്ങൾ പറയുന്നത് വിശ്വാസത്താൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസഹാക്കിനെ യാഗം അർപ്പിച്ചു. വിശ്വാസത്താൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസഹാക്കിനെ യാഗം അർപ്പിച്ചു. 18 വാക്യം പറയുന്നു, ഇസഹാക്കിൽ നിന്നും ജനിക്കുന്നവൻ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടും എന്ന അരുളിപ്പാട് ലഭിച്ച് വാഗ്ദത്തങ്ങളെ കൈക്കൊണ്ടവൻ തൻ്റെ ഏകജാതനെ അർപ്പിച്ചു. അപ്പോൾ ഈ വാക്യം പറയുന്നത് ഇസഹാക്കിൽ നിന്നും ജനിക്കുന്നവൻ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടും എന്ന അരുളിപ്പാട് ലഭിച്ച് വാഗ്ദത്തങ്ങളെ കൈക്കൊണ്ടവൻ തൻ്റെ ഏകജാതനെ അർപ്പിച്ചു. അപ്പോൾ അബ്രഹാമിന്റെ മുകളിലുള്ള വാഗ്ദത്തം എന്ന് പറയുന്നത് ഇസഹാക്കിൽ നിന്നും ജനിക്കുന്നവനാണ് നിന്റെ സന്തതി. ദൈവം അബ്രഹാമിനോട് പറഞ്ഞത് ഇസഹാക്കിൽ നിന്നും ജനിക്കുന്നവൻ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടും. അപ്പോൾ ഈ വാഗ്ദത്തം കേട്ട് ഈ അരുളിപ്പാട് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച അബ്രഹാം ഇസഹാക്കിനെ യാഗം അർപ്പിക്കുന്ന സമയത്ത് അവന്റെ അകത്ത് വ്യാപരിച്ച വിശ്വാസം എന്ന് പറയുന്നത് ദൈവം ആടിനെ കരുതുമെന്നല്ല, മറിച്ച് അബ്രഹാമിന്റെ അകത്ത് വ്യാപരിച്ച വിശ്വാസം എന്ന് പറയുന്നത് 19 വാക്യത്തിൽ ഇങ്ങനെയാണോ പറയുന്നത്, മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർപ്പിപ്പാൻ ദൈവം ശക്തനെന്ന് എണ്ണുകയും അവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവനെ പോലെ തിരികെ പ്രാപിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ ദൈവമാണ് ഇസഹാക്കിനെ തന്നത്. ഇസഹാക്കിൽ നിന്നും ജനിക്കുന്നവനാണ് അബ്രഹാമിന്റെ സന്തതി എന്ന് വാഗ്ദത്തം കിടക്കുന്നത്. അപ്പോൾ ഞാൻ ഇസഹാക്കിനെ യാഗം കഴിച്ചെന്ന് പറഞ്ഞാലും, ഞാൻ ഇസഹാക്കിനെ യാഗം അർപ്പിച്ചെന്ന് പറഞ്ഞാലോ, ഇസഹാക്ക് മരിച്ചെന്ന് പറഞ്ഞാലോ, ഈ വാഗ്ദത്തം ഉള്ളത് കൊണ്ട്, ഇസഹാക്കിൽ നിന്നും ജനിക്കുന്നവൻ നിന്റെ സന്തതി എന്ന് വാഗ്ദത്തം ഉള്ളത് കൊണ്ട്, ഇസഹാക്ക് മരിച്ചെന്ന് പറഞ്ഞാലോ, മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർപ്പിപ്പാൻ ദൈവം ശക്തനെന്ന് എണ്ണി, ദൈവം ശക്തനെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് അബ്രഹാം ഇസഹാക്കിനെ യാഗമർപ്പിച്ചത്. ഇന്ന് ഈ മെസ്സേജ് നിങ്ങൾ ശ്രവിക്കുമ്പോൾ നിങ്ങളുടെ മേൽ ഒരു വാഗ്ദത്തം ഉണ്ടെങ്കിൽ, നിങ്ങളുടെ തലമുറ മേൽ ദൈവത്തിന്റെ വാഗ്ദത്തം ഉണ്ടെങ്കിൽ, നിങ്ങളുടെ സന്തതിയുടെ മേൽ ദൈവത്തിന്റെ വാഗ്ദത്തം ഉണ്ടെങ്കിൽ, ദൈവം ആ വാഗ്ദത്തം പൂർത്തീകരിക്കുവാൻ ശക്തനെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വിശ്വസിക്കുക. അതിനെയാണ് വിശ്വാസം എന്ന് പറയുന്നത്.